السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أما بعد. ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, ഹബീബുല്ലാഹി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ധാരാളം വർണ്ണനകൾ ഉൾക്കൊള്ളിച്ച് വിവിധ ഗ്രന്ഥങ്ങൾ മഹാപണ്ഡിതന്മാർ രചിച്ചിട്ടുണ്ട്. ഇമാം തിർമിദിയുടെ ശമാഇലിൽ നിന്ന് കുറച്ച് ഭാഗം നമുക്ക് വായിക്കാം. സയ്യിദുന അലിയുൻ കറമല്ലാഹു വജ്ഹഹു വിവരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ കുട്ടിയായിരിക്കെ തന്നെ പരിശുദ്ധ ഇസ്ലാം ഷഹാദത്ത് കലിമ ചൊല്ലുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ വളരുകയും ചെയ്ത മഹാനാണ് അലി ഇബ്നു അബി ത്വാലിബ് കറമല്ലാഹു വജ്ഹഹു. അലി റളിയല്ലാഹുവിൻ്റെ പിതാവ് അബൂ ത്വാലിബാണ്. അബൂ ത്വാലിബിന് ധാരാളം സന്താനങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പരാധീനത കൂടിയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെറുപ്പത്തിൽ വേണ്ട എല്ലാ സംരക്ഷണവും നൽകി പോറ്റി വളർത്തിയ പിതൃവ്യനായ അബൂ താലിബിൻ്റെ മക്കളിൽ നിന്ന് ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അവർ എൻ്റെ കൂടെ എൻ്റെ ചെലവിൽ കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് അത് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വളരെ വലിയ ബന്ധവും അടുപ്പവും സന്തത സഹചാരിയുമാണ്. അദ്ദേഹത്തിൻ്റെ വിവരണം നമുക്ക് കേൾക്കാം. ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിത്തവീലിൽ മുബഖത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ നീളമുള്ള ആളല്ല. വലാ ബിൽ ഖസീരിൽ മുതറദ്ദിദ്, കുള്ളനും അല്ല. വക്കാന റബഅത്തൻ മിനൽ ഖൗം, അദ്ദേഹം ഒത്ത ഒരാളായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒത്ത ഒരാളായിരുന്നു. വലം യകും ബിൽ ജഅദിൽ ഖത്തിത്ത്, ഇത് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ വായിച്ച ചില ഭാഗങ്ങൾ തന്നെ ഈ ഹദീസിലും ഉണ്ട്. മുടി ജടകുത്തി ചുരുണ്ട് വികൃതമായ ആളല്ല. വലാ ബിസ്സബിത്ത്, തീരെ മുടി ചുരുളാത്തയാളുമല്ല. കാന ജഅദൻ റജിലൻ, അവിടുന്ന് മുടി ചുരുണ്ടയാളാണ്, ചീകി വെച്ചിരുന്നു. വലം യക്കുൻ ബിൽ മുതഹം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊണ്ണത്തടിയനായിരുന്നില്ല. വലാ ബിൽ മുക്കൽസം, മുഖം വട്ടത്തിൽ ചന്ദ്രനെപ്പോലെ പപ്പടം പോലെ വൃത്താകാരത്തിലുമായിരുന്നില്ല. മുഖം വൃത്താകാരത്തിലാകുന്നത് മനുഷ്യൻ്റെ മുഖത്തിന് അത്ര ഭംഗിയുള്ളതല്ല. ഒരോവൽ ഷൈപ്പാണല്ലോ മുഖത്തിന് ഭംഗി നൽകുന്നത്. വക്കാന ഫിൽ വജ്ഹി തദ്വീറുൻ അബിയദു, ആ മുഖത്ത് എന്നാൽ കുറഞ്ഞ ഭാഗം വൃത്ത ആകാരത്തിലാണ്, മറ്റ് ഈ താടിയോട് ചേർന്ന ഭാഗം അല്പം ഓവൽ ഷൈപ്പ് വരുന്നു. അങ്ങനെയാണ് മുഖം, ഭംഗിയുള്ള മുഖത്തിൻ്റെ സ്വഭാവം. അബിയദു മുഷ്റബുൻ, ചുവപ്പ് കലർന്ന വെളുപ്പാണ്. അത് അജൽ ഐനൈൻ, രണ്ട് കണ്ണിൻ്റെ കൃഷ്ണമണികൾ നല്ല കറുപ്പായിരുന്നു. പൂച്ചക്കണ്ണ്, വെള്ളാരം കണ്ണ് എന്നൊന്നും പറയുന്ന കണ്ണായിരുന്നില്ല. അഹ്ദബൽ അഷ്ഫാർ, ചുണ്ടുകൾ നല്ല നീളമുണ്ടായിരുന്നു. വായ വൃത്താകാരത്തിൽ, ചുണ്ടുകൾ നീളമില്ലാതെ വൃത്താകാരത്തിൽ അല്ല ഉണ്ടായിരുന്നത്. ഇതും ഒരു സൗന്ദര്യത്തിൻ്റെ ലക്ഷണം തന്നെയാണ്. ജലീലൽ മുഷാഷ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുതുക്, ഈ ചുമലിൻ്റെ ഈ ഭാഗം
തടിച്ച നല്ല മസിൽ പേശികളെല്ലാം ഉണ്ട്. അത് എല്ലിങ്ങനെ പൊന്തിയ ആളായിരുന്നില്ല. ഉരുണ്ട തടിച്ച ഇതായിരുന്നു അവരുടെ ചുമലിൻ്റെ ഈ മുകൾ ഭാഗം, തല. ഈ അതുപോലെ വൽക്കത്യത്ത്, അവരുടെ ഈ പിരടിയും, അജ്റദ ദ മസ്റബ, നെഞ്ചിൽ രോമം വളരെ കുറവായിരുന്നു. ദ മസ്റബത്തിൻ, ഒരു രോമരാജി ഇങ്ങനെ നെഞ്ച് കഴിഞ്ഞ് വയറ്റത്തൂടെ ചെറിയ ഒരു രോമരാജി താഴോട്ട് ഇറങ്ങിയിരുന്നു. ഒന്നാകെ രോമം നിറഞ്ഞ ശരീരമല്ല. ഷസിനൽ കഫൈൻ, 2 മുൻകൈകൾ നല്ല തടിച്ച ഇതായിരുന്നു. ശരീരത്തിൽ കൈകളൊക്കെ ഇങ്ങനെ മെല്ലിച്ച് വടി പോലെ ആയിരുന്നില്ല വിരലുകളൊക്കെ. അത്യാവശ്യം നല്ല മസിലുകളുള്ള കൈകളായിരുന്നു. വൽ ഖദമൈനി, അതുപോലെ 2 കാൽപാദങ്ങളും തടിച്ചവരായിരുന്നു. ഇദാ മശാ തഖല്ല കഅന്നഹു യൻഹത്തു ഫീ സബബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കുമ്പോൾ കാല് ഭൂമിയിൽ നിന്ന് പറിച്ചെടുത്ത് ഉയർത്തി ഇങ്ങനെ ചവിട്ടിയാണ് നടക്കാറുള്ളത്. ഭൂമിയിലൂടെ ഇങ്ങനെ വലിഞ്ഞ് 2 കാലുകളും വലിച്ചഴച്ചിങ്ങനെ പോകുന്ന ശൈലിയല്ല. നല്ല ആരോഗ്യമുള്ള, നല്ല സ്കൗട്ട് പരേഡിലൊക്കെ നാം കാണുന്നത് പോലെ കാലുകൾ ഉയർത്തി വെച്ച് ഇങ്ങനെയാണ് നടക്കാറുള്ളത്. കാലുകൾ 2ഉം വലിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകാറല്ല. അത് ആരോഗ്യക്കുറവിൻ്റെ ലക്ഷണം കൂടിയാണ്. വഇദ ഇൽതഫത മഅൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിയുമ്പോൾ നാം ഇങ്ങോട്ട് നോക്കണമെങ്കിൽ തല മാത്രം തിരിച്ചു നോക്കും, ഇങ്ങോട്ട് തല മാത്രം തിരിച്ചു നോക്കും. ഇവിടെ ഒരാളുണ്ടെങ്കിൽ അവരോട് സംസാരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിൽ ശരീരം പൂർണ്ണമായി ഇങ്ങനെ തിരിഞ്ഞ് നേരിട്ട് അഭിമുഖമായിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഉള്ള ഒരു സ്വഭാവം ഉള്ള ഒരാളെക്കുറിച്ച് സഹയാത്രികൾക്ക് അല്ലെങ്കിൽ അടുത്തിരിക്കുന്നവർക്ക് ഒരു ഭയപ്പാടില്ല. എപ്പോൾ വേണമെങ്കിലും ഇയാൾ തല വെട്ടിച്ച് നോക്കാൻ സാധ്യതയുള്ള ആളാണ് എങ്കിൽ അടുത്തിരിക്കുന്ന ആൾ എപ്പോഴും ഒരു മനസ്സിന് സ്വസ്ഥത കുറഞ്ഞായിരിക്കുക. അയാൾ കാണാൻ ഞാൻ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അയാൾ തല വെട്ടിച്ച് നോക്കിയാൽ കാണുമല്ലോ എന്ന നിലക്ക് കൂടെ ഇരിക്കുന്ന ആളുകൾക്ക് അത്ര ഒരു സന്തോഷം കാണില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളിലേക്ക് തിരിയുമ്പോൾ ശരീരം പൂർണ്ണമായി തിരിഞ്ഞ് സംസാരിക്കുന്ന ആളായതുകൊണ്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഇരിക്കുന്ന ആൾക്ക് തന്നിലേക്ക് അവിടുന്ന് തിരിയുന്നുണ്ടോ എന്ന് ശരീരം കണ്ടാൽ തന്നെ മനസ്സിലാകും. തല പെട്ടെന്ന് വെട്ടിച്ച് നോക്കുകയില്ല. അപ്പോൾ അത് അവിടുത്തെ ഏറ്റവും മാന്യമായ ഒരു സ്വഭാവമായിരുന്നു. തന്നെക്കുറിച്ച് മറ്റുള്ളവർക്ക് ഭയപ്പാടോ ആശങ്കയോ ഉണ്ടാകാതിരിക്കാൻ എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്താണെങ്കിൽ എനിക്ക് അങ്ങനെ ഏതെങ്കിലും അവിടത്തേക്ക് അനിഷ്ടമായ വല്ല ഒരു പോസ്റ്റിലോ മറ്റോ ആണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ പെട്ടെന്ന് അവിടുന്ന് കണ്ട് പോകുമോ എന്ന ഭയപ്പാട് ഉണ്ടാകുമായിരുന്നില്ല. ബൈന കതിഫൈഹി ഖാതമുൻ നുബുവ്വ, അവിടുത്തെ 2 ചുമലുകളുടെ ഇടയിൽ ബേക്ക് ഭാഗത്ത് പിരടിയുടെ ഭാഗത്തായി ഖാതമുൻ നുബുവ്വ, നുബുവത്തിൻ്റെ മുദ്ര ഉണ്ടായിരുന്നു. നുബുവത്തിൻ്റെ മുദ്ര ഒരു ചെറിയ ഒരു മോതിരക്കല്ലിൻ്റെ ഒക്കെ നീളത്തിലും വീതിയിലുമായി നിറയെ രോമം നിറഞ്ഞ ഒരു ഭാഗമായിരുന്നു ഈ ഖത്മുൻ നുബുവ്വ. വഹുവ ഖാതിമുൻ നബിയ്യീൻ, അവിടുന്ന് അമ്പിയാക്കളുടെ പ്രവാചകന്മാരുടെ മുദ്രയായി അള്ളാഹു അയച്ചിട്ടുള്ള അവസാനത്തെ പ്രവാചകനാണ്. ഒരു കവറിൽ നാം
സാധനങ്ങളൊക്കെ ഇട്ട് മുദ്ര വെക്കുമ്പോൾ അതിലിടേണ്ടത് മുഴുവൻ ഇട്ടതിന് ശേഷമാണ് മുദ്ര വെക്കുക. മുദ്ര വെച്ചാൽ പിന്നെ അതിലേക്ക് ഒന്നും ഇടാനോ അതിനൊന്നും എടുക്കാനോ പറ്റില്ല എന്നാണ് അതിൻ്റെ കൺസെപ്റ്റ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്പിയാക്കന്മാർക്ക് മുദ്ര അടയാളമായി അയക്കപ്പെട്ടവരാണ്. അതിനുശേഷം ഒരു പുതിയ നബി വരില്ല. അജ്വദന്നാസി സദ്റൻ, ഏറ്റവും വലിയ ദാനശീലനായിരുന്നു അവിടുന്ന്. എത്ര കൊടുത്താലും അവിടത്തേക്കൊരു വിമിഷ്ടവുമില്ല. ഉള്ളത് മുഴുവൻ പാവപ്പെട്ടവർക്ക് വാരിക്കോരി കൊടുക്കും. ഇവിടെ തികയില്ല, ഇവിടെ സാധനം തീർന്നു പോകുമല്ലോ എന്ന ഒരു ഭയം അവിടത്തേക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. വാസ്ദഖന്നാസി ലഹ്ജത്തൻ, ജനങ്ങളിൽ നിന്ന് ഏറ്റവും വലിയ സത്യസന്ധനായ, എന്ത് വാക്കുകൾ അവിടുന്ന് പറഞ്ഞാലും സത്യമല്ലാത്തത് പറയില്ല. അസത്യം ആ നാവിലൂടെ വന്നിട്ടേയില്ല. അതുപോലെ വ അല്യനഹും അരീക്കത്തൻ, ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മറ്റുള്ളവരുമായുള്ള ഇടപഴകൽ, മുആശറ, ആ സമീപനം, എല്ലാവരുമായുള്ള ഇടപഴകൽ വളരെ സൗമ്യമായിട്ടായിരുന്നു. ആരുമായും പരുഷമായ സംസാരം അവിടുന്ന് സംസാരിക്കുകയില്ല. മൻ റആഹു ബദീഹത്തൻ ഹാബഹു, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രഥമ ദൃഷ്ടിയ ഒരാൾ കാണുമ്പോൾ അയാളൊന്ന് ഞെട്ടിപ്പോകും. അത്രയും ഗാംഭീര്യമുണ്ടായിരുന്നു അവിടുത്തെ മുഖത്തിന്. പക്ഷേ വമൻ ഖാലതഹു മഅരിഫത്തൻ അഹബ്ബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിഞ്ഞു കൂടെ കൂടിയാൽ വളരെ വലിയ സ്നേഹം അവിടത്തോടുണ്ടാകും. അപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ഒന്ന് ഞെട്ടിപ്പോകും. അടുത്ത് ചെന്നാൽ അത്രയും സൗമ്യനായ ഒരാളെ കാണാനുണ്ടാവുകയില്ല. യഖൂലു നാഇതു, അവിടുത്തെ വർണ്ണിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ലം അറ ഖബ്ലഹു വലാ ബഅദഹു മിസ്ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പോ ശേഷമോ അവിടത്തോട് തുല്യനായ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ശേഷം വിശദീകരിക്കുകയാണ്. മറ്റൊരു ഹദീസ് നമുക്കിങ്ങനെ വായിക്കാം. ഹസൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹുവിൻ്റെ മകനായ ഹസൻ റളിയല്ലാഹുവിന് പറയുന്നു, ഞാൻ എൻ്റെ അമ്മാവൻ ഹിന്ദ് ബിൻ അബി ഹാലയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് വർണ്ണിക്കാമോ എന്ന് ചോദിച്ചു. ഹിന്ദ് അമ്മാവൻ്റെ പേരാണ്. ഹിന്ദ് എന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടുന്ന പേരാണ് അറബിയിൽ. നമ്മുടെ നാട്ടിൽ ബേബി, അതുപോലെ പല പേരുകളും ആണിനും പെണ്ണിനൊക്കെ കൊടുക്കാറുണ്ടല്ലോ, അതുപോലെ. അപ്പോൾ എൻ്റെ അമ്മാവനായി ഹിന്ദിനോട് ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നന്നായി വർണ്ണിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, കാന ഫഹ്മൻ മുഫഹമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായിരുന്നു, ജനങ്ങളുടെ ഇടയിലെല്ലാം മുഅവ്വമായ, ആദരണീയനായ വ്യക്തിത്വമായിരുന്നു. ആര് കണ്ടാലും ആദരിച്ചു പോകും അവിടുത്തെ. തലഅ്ലഉ വജ്ഹുഹു തലഅ്ലു അൽ ഖമരി ലൈലത്തുൽ ബദ്ർ, അവിടുത്തെ മുഖം പൗർണമി രാവിലെ ചന്ദ്രനെ പോലെ തിളങ്ങുമായിരുന്നു. 14 രാവിലെ ചന്ദ്രൻ്റെ തിളക്കം പോലെ ആ മുഖം തിളങ്ങുമായിരുന്നു. അത്വല മിനൽ മർബൂഇ വ അഖ്സറ മിനൽ മുശദ്ദബ്, അത് ഒത്തയാളായിരുന്നു എന്നാണ് നേരത്തെ പറഞ്ഞ ആശയം തന്നെ. അദീമൽ ഹാമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തല താരതമ്യേന വലിയതായിരുന്നു. അത് തലച്ചോറ് വലുതാകുന്നതിന് അനുസരിച്ച് മനുഷ്യർക്ക് അവരുടെ ബുദ്ധിയും സ്റ്റോറേജും ഓർമ്മശക്തിയും എല്ലാം കൂടുമെന്ന് സയൻസ് പറയുന്നുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിൽ വെച്ച്, ഏതൊരു നബിമാരും അവരവരുടെ ഉമ്മത്തിൽ വെച്ച് ഏറ്റവും വലിയ ബുദ്ധിശാലിയും ഏറ്റവും വലിയ ആലിമും വിദ്യ ഉള്ള വലിയ ജ്ഞാനിയും ആയിരിക്കും എന്ന് അമ്പിയാക്കന്മാരെക്കുറിച്ച് നിർവചിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇൻ റജില ഷഅർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടി ചീകി വെക്കുന്ന ആളായിരുന്നു. മുടി അങ്ങനെ അലക്ഷ്യമായി തുറന്ന് ഇടുകയല്ല ചെയ്യാറുള്ളത്. ഇനി ഫറഖത്ത് അഖീഖത്തുഹു ഫറഖ്,
അവിടുത്തെ തലയുടെ മുകളിലുള്ള മുടി, ഈ മൂർധാവിലുള്ള മുടിയാണ് അഖീഖ. അഖീഖ അറുക്കുന്നതെന്ന് പറഞ്ഞാൽ ആ മുടി കളയുമ്പോഴാണല്ലോ. അത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞു നിൽക്കാൻ മാത്രം മുടി വലുതായാൽ ഫറക്ക, അവിടെ നിന്ന് മുടി ചീകി വെക്കും രണ്ട് ഭാഗത്തേക്കായി. വയില്ല ഫലാ യുജാവിസു ഷഅറുഹു ഷഹ്മത്ത ഉദ്നിഹി ഇദാ ഹുവ വഫറഹു. ഇനി മുടി അവിടെ നിന്ന് നീട്ടി വളർത്തിയാൽ തന്നെ ചെവിക്കുന്നി എന്ന് പറയുന്ന ഈ ഭാഗത്തേക്കാൾ താഴോട്ട് മുടി വരുമായിരുന്നില്ല. അവിടെ വെച്ച് അങ്ങ് മുറിച്ച് കളയുമായിരുന്നു. അസജൽ വാജി അസ്ഹറൽ ലൗൻ, അവിടുത്തെ കളറ് തിളങ്ങുന്ന കളറായിരുന്നു, ഏറ്റവും നല്ല കളറായിരുന്നു അവിടുത്തെ ശരീരത്തിൻ്റെ നിറം. വാസി അൽ ജബീൻ, അവിടുത്തെ നെറ്റിത്തടം വിശാലമായിരുന്നു. അസജൽ ഹവാജിബ്, പുരികങ്ങൾ, കൺപുരികങ്ങൾ നേരിയതായിരുന്നു, കട്ടിയുള്ള പുരികമായിരുന്നില്ല, വളഞ്ഞ കൺപുരികങ്ങളായിരുന്നു. സവാബിക, ആ പുരികങ്ങൾ നിറഞ്ഞ രോമങ്ങളുണ്ടായിരുന്നു. ഫി ഗൈരി ഖറൻ, എന്നാൽ രണ്ട് പുരികം കൂടി ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതല്ല, ഇതിൻ്റെ ഇടയിൽ അല്പം ഒരു ഗ്യാപ്പുണ്ട്, വളഞ്ഞ പുരികങ്ങൾ. ബൈനഹുമാ അറഖുൻ, ആ രണ്ട് പുരികങ്ങളുടെ ഇടയിലൂടെ ഒരു ഞരമ്പ്, ഒരു രക്തം സഞ്ചരിക്കുന്ന ഒരു ഞരമ്പ് തെളിഞ്ഞ് കാണാമായിരുന്നു. വെളുത്ത ശരീരത്തിൽ ഈ രക്തത്തിൻ്റെ ഞരമ്പുകൾ തെളിഞ്ഞ് പുറത്തേക്ക് കാണുമല്ലോ. യുദിറുഹുൽ ഗളബ്, കോപം വന്നാൽ അത് അല്പം ഉയർന്നു കാണാം, അതിങ്ങോട്ട് വികസിക്കും. ലഹു അഖ്നൽ ഇർനീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു വിശേഷണമാണ്. ഈ രണ്ട് പുരികത്തിൻ്റെ താഴെയുള്ള ഇത് രണ്ടും കൂടി ചേർന്ന് നിൽക്കുന്നതിൻ്റെ താഴ്ഭാഗം, അവിടെ കട്ടി കുറഞ്ഞ, താഴ്ഭാഗത്ത് മൂക്കാണല്ലോ ആരംഭിക്കുന്നത്, അപ്പം ആ മൂക്ക് കട്ടി കുറഞ്ഞ, അങ്ങനെ ഉരുണ്ട മൂക്കായിരുന്നില്ല, കട്ടി കുറഞ്ഞ നീണ്ട മൂക്കായിരുന്നു. ലഹു നൂറു യഅലു, ആ മൂക്കിൽ ഒരു വെളിച്ചം ഇങ്ങനെ പുറത്തേക്ക് തിളങ്ങി നിൽക്കുന്നത് പോലെ കാണാമായിരുന്നു. യഹ്സബുഹു മല്ലം യതഅമ്മൽഹു, ശരിക്ക് ശ്രദ്ധിക്കാത്ത ആൾ കണ്ടാൽ അവർ വിചാരിക്കുക അശമ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂക്കിനെക്കുറിച്ച് അശമ്മ് എന്ന് പറഞ്ഞാൽ ഈ മൂക്കിൻ്റെ ഈ പാലം അത് ഉയർന്ന് നിൽക്കുകയും മുകൾ ഭാഗം നേരെ നിൽക്കുകയും ചെയ്യുന്നതിനാണ് അശമ്മ് എന്ന് പറയുക. പക്ഷേ മുകൾ ഭാഗം അല്പം ഇങ്ങനെ പൊങ്ങി നിന്നിരുന്നു. അപ്പോൾ അശമ്മല്ല, പെട്ടെന്ന് നോക്കിയാൽ അശമ്മാണ് എന്ന് തോന്നുമായിരുന്നു. കസല്ലിഹ്യ, അവിടുത്തെ താടിരോമങ്ങൾ നിറയെ ഉണ്ടായിരുന്നു. സഹ്ലൽ ഖദ്ദൈൻ, കവിളുകൾ ഇങ്ങനെ വാർന്ന് നിൽക്കുന്നത്, കവിളിങ്ങനെ പൊങ്ങി വീർത്ത കവിളല്ല. വലി അൽഫമി, വായ വലുതായിരുന്നു. അശ്നബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വായയെക്കുറിച്ചാണ് വലി അൽഫമി എന്ന് പറഞ്ഞിട്ടുള്ളത്. മുഫല്ലജൽ അസ്നാനി അശ്നബഹ, അശ്നബ് എന്ന് പറഞ്ഞാൽ പല്ല്, കട്ടി കുറഞ്ഞ പല്ല്, ഈ വലിയ പല്ലുകളല്ല. എന്നാൽ മുഫല്ലജൽ അസ്നാൻ, പല്ലുകളുടെ ഇടവിട്ട പല്ലുകളായിരുന്നു, ചേർന്ന് നിൽക്കുന്ന പല്ലുകളല്ല. ദഖീഖൽ മസ്റബ, ഈ നേരത്തെ നാം പറഞ്ഞ നെഞ്ചിന് താഴെ വയറ്റത്തൂടെയുള്ള ഈ രോമരാജി, ചെറിയ രോമത്തിൻ്റെ ഒരു വര, അത് വളരെ കട്ടി കുറഞ്ഞ രോമങ്ങളിങ്ങനെ പൊക്കിൾ വരെ നീണ്ടു കിടന്നിരുന്നു. ചെറിയ ചെറിയ രോമങ്ങൾ ചേർന്ന് ഒരു വര, ഒരു ലൈൻ. കഅന്നഉനുഖഹു ജീദുദുംയ, അവിടുത്തെ പിരടി കണ്ടാൽ മാൻപേടയുടെ പിരടി പോലെ അത്രയും മിനുസമുള്ളതും സുന്ദരമായതുമാണ്. ഫി സഫാഇൽ ഫില്ല, വെള്ളിയുടെ പ്യൂരിറ്റി
അവിടുത്തെ ശരീരത്തിന് കാണാമായിരുന്നു. മുഅ്തദിലൽ ഖൽഖ്, ശരീരം ഒത്തയാളാണ്, കൂടുതൽ തടിച്ചയാളല്ല എന്നാൽ മെല്ലിച്ചയാളുമല്ല. ബാദിനുൻ, ശരീരം തടിച്ചതാണ്, കൂടുതൽ തടിയില്ല. മുതമാസിക്കുൻ, എന്നാൽ ശരീരത്തിൻ്റെ അവയവങ്ങളെല്ലാം ഒന്നിനൊന്ന് ചേർന്ന വിധത്തിലാണ്. ആജാനുബാഹുവായിരുന്നു. ഒരു ഭാഗം കുറച്ച് കട്ടി കൂടിയിട്ടോ വയറ് അല്പം മുന്നോട്ട് തള്ളിയിട്ടോ അങ്ങനെയൊന്നുമല്ല. സവാ അൽ ബത്നി വസ്സദർ, അവിടുത്തെ നെഞ്ചിനോട് സമമായിരുന്നു വയറ്, കുടവയറുണ്ടായിരുന്നില്ല. അരീള സദർ, നെഞ്ച് നല്ല വീതിയായിരുന്നു. ബഈദമാ ബൈനൽ മൻകിബൈൻ, രണ്ട് ചുമലുകളുടെ ഇടയിൽ നല്ല വീതി, നല്ല ചെസ്റ്റ്, നല്ല വീതിയുള്ള ആരോഗ്യ ദൃഢഗാത്രനായിരുന്നു. ലഹ്മൽ കറാദീസ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസിലും ആ വിശദീകരണങ്ങൾ വന്നു. ലഹ്മൽ കറാദീസി, ഈ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ ഈ മടക്കുകൾ, അതിൻ്റെ എൻഡുകൾ എല്ലാം നല്ല പേശി, ബലമുള്ള പേശിയുള്ള തടിച്ചതായിരുന്നു. ഒരു കോല് പോലെ ഇങ്ങനെ എല്ല് പുറത്ത് കാണുന്ന, എല്ല് ഉന്തിക്കാണുന്ന രൂപത്തിലായിരുന്നില്ല. മൗസൂലമാ ബൈനൽ ലബ്ബത്തി വസുറ, ലബ്ബത്ത് എന്ന് പറഞ്ഞാൽ ഈ നെഞ്ച് ഇങ്ങനെ കഴിഞ്ഞുള്ള ഒരു കുഴിഞ്ഞ പ്രദേശം, സുറത്ത് പോക്കൾ, അതിനിടയിൽ ചേർന്നിരുന്നു ബിഷഅരിൻ യജ്രീക്കൽ ഖത്ത്, ഒരു ലൈന് പോലെ ഇങ്ങനെ വരുന്ന ഒരു നൂല്, ഒരു രോമരാജി കൊണ്ട്. ആരിയ സദിയേനി വൽ ബത്ൻ മാസിവാദാലിക്ക, വയറ്റത്ത് ഈ രോമരാജിയല്ലാതെ രണ്ട് വശത്തും രോമങ്ങളില്ല, അതുപോലെ നെഞ്ചിൽ രോമങ്ങളില്ല, എല്ലാം രോമം ആകെ അവിടുത്തെ വയറ്റത്ത് വയറിൻ്റെ ഒത്ത നടുക്ക് ഇങ്ങനെയുള്ള ചെറിയൊരു രോമരാജി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അശ്അറ ദിറാഇൻ, എന്നാൽ രണ്ട് കൈകൾ, മുഴങ്കൈ ആണ് ദിറാ, മുഴങ്കൈയിൽ രോമമുണ്ടായിരുന്നു. വൽ മൻകിബൈനി, ചുമലുകളിലും രോമങ്ങളുണ്ടായിരുന്നു. വ ആലി സദർ, നെഞ്ചിൻ്റെ മുകൾ ഭാഗത്ത്, കഴുത്തിനോടടുത്ത ഭാഗത്ത് രോമങ്ങളുണ്ടായിരുന്നു. തവീല സന്ദൈനി, ഈ മുൻകൈയിൻ്റെയും മുട്ടിൻ്റെയും ഇടയിലുള്ള ഭാഗം, അതാണ് കൈത്തണ്ട, അത് നല്ല നീണ്ട, നല്ല നീളമുള്ള കൈയായിരുന്നു. റഹ്ബറാഹ, കൈ നല്ല കഫ്, റാഹത്ത്, ഉള്ളൻ കൈ, വിശാലമായ വ്യക്തിത്വമായിരുന്നു. ഷസിനൽ കഫൈനി വൽ ഖദമൈനി, രണ്ട് മുൻകൈകളും രണ്ട് പാദങ്ങളും തടിച്ച പ്രകൃതമായിരുന്നു. ഓവറായി തടിച്ചതല്ല, മെല്ലിച്ചതുമല്ല. സായിലൽ അത്രാഫ്, അവിടുത്തെ ശരീരമെല്ലാം ഒരു വാർന്ന ശരീരമായിരുന്നു. ഖുംസാനൽ അഹ്മസൈൻ, ആ രണ്ട് കാലിൻ്റെ വെള്ള, കാൽവെള്ളയാണ്. കാൽപാദത്തിൻ്റെ ഉൾഭാഗം, നമ്മൾ ചവിട്ടി നടക്കുന്ന, ഭൂമിയിൽ പതിയുന്ന ആ ഭാഗമാണ് അഹ്മസ് എന്ന് പറയുന്നത്. അല്പം നമ്മൾ ഭൂമിയിൽ ചവിട്ടുമ്പോൾ നമ്മളെ കാൽപാദത്തിൽ നിന്ന് ഭൂമിയിൽ തട്ടാത്ത കുറച്ച് ഭാഗം ഇങ്ങനെ പൊങ്ങി നിൽക്കുമല്ലോ, ഒരു കുഴിഞ്ഞ ഭാഗം, അങ്ങനെ ഉണ്ടായിരുന്നു. മസീഹൽ ഖദമൈനി, ആ രണ്ട് ഖദമുകൾ, രണ്ട് കാൽപാദങ്ങൾ ഇങ്ങനെ വാർന്നതായിരുന്നു. യംബു അൻഹുമൽ മാഉ, അതിൽ വെള്ളം ഒഴിച്ചാൽ വെള്ളം ഈ എണ്ണ പുരട്ടിയ ശരീരം പോലെ, വെള്ളം അവിടെ നിൽക്കൂല. ചേമ്പിനിലയിൽ വെള്ളം ഒഴിച്ച പോലെ അവിടുത്തെ പാദത്തിൽ വെള്ളം ഒഴിച്ചാൽ വേഗം വെള്ളം അങ്ങ് ഒഴിഞ്ഞു പോകും. അത്രയും മിനുസമുള്ള ശരീരമാണ്. ഇതാ സാല ഖൽഅൻ, അവിടുന്ന് കാല് നീക്കി വെക്കുമ്പോൾ അതിങ്ങനെ പറിച്ചെടുത്ത് വെക്കുന്നത് പോലെ ഉയർത്തി വെച്ചുകൊണ്ടാണ് നടക്കുക. വയംഷി ഹൗനൻ, എന്നാൽ സാവകാശമാണ് നടക്കുക. ദരി അൽ മഷിയ, നടത്തം സ്പീഡുണ്ടെങ്കിലും സൗമ്യമായി സക്കീനത്തോടുകൂടെ ശാന്തിയോടുകൂടെ നടക്കുക, ഓടിച്ചാടി നടക്കുന്ന പ്രകൃതമല്ല. ഇതാ മഷാക്ക അന്നമായൻ ഹത്തുമിൻ സബബ്, നടക്കുമ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്നത് പോലെ മുന്നിലേക്ക് ആഞ്ഞാഞ്ഞ് നടക്കുകയാണ്. ഇൽത്തഫത്ത് ജമിയാൻ, അവിടുന്ന് തിരിയുമ്പോൾ ശരീരം മൊത്തത്തിൽ തിരിഞ്ഞാണ് നോക്കുക, തല മാത്രം വെട്ടിച്ച് നോക്കാറില്ല. ഹാഫിള തർഫ്, എപ്പോഴും കണ്ണ് താഴോട്ടായിരിക്കും. നളറുഹു ഇലൽ അർളി അത്വലു മിൻ നളരിഹി ഇല സമാ, ഭൂമിയിലേക്കുള്ള നോട്ടമാണ്
മുകളിലേക്കുള്ള നോട്ടത്തേക്കാൾ കൂടുതലായിട്ടുണ്ടായിരുന്നത്. ജുല്ലുലവരിഹി അൽ മുലാഹള, അവിടുന്ന് ഒരാൾ നോക്കുമ്പോൾ കണ്ണിൻ്റെ ഒരു സൈഡ് കൊണ്ടിങ്ങനെ നോക്കുന്ന ഒരു പ്രകൃതം, കണ്ണൊന്നാകെ ഫുള്ളായി തുറന്നിട്ട് ഒരാളെ മുഖത്തേക്ക് നോക്കുന്ന അത് കുറവായിരുന്നു. യസൂഖ് അസ്ഹാബഹു, ആ അനുയായികളെ എല്ലാം നേതൃത്വം കൊടുത്ത് അവർ മുന്നോട്ട് പോകും. വയബ്ദഉ മൻ ലഖിയ ബിസ്സലാം, അവിടുന്ന് കണ്ടവരോട് അവിടുന്ന് ആദ്യം അങ്ങോട്ട് സലാം പറയുമായിരുന്നു. അവിടുത്തെ മഹത്വങ്ങൾ വിവരിക്കുന്ന ഹദീസുകൾ ധാരാളമാണ്. ആ വ്യക്തിത്വത്തെ പഠിച്ച് മനസ്സിലാക്കി അവിടത്തോട് മഹബത്തും പിമ്പറ്റിയും ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.